ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡീസ് എക്സ്റ്റസി. ഓണസദ്യയുടെ വിഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇലയിൽ വിളമ്പുന്ന എല്ലാ കറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അതിനുശേഷം ചോറാണ് വിളമ്പുന്നത്. അതിലേക്ക് ആദ്യം ഒഴിക്കുന്നത് പരിപ്പ് കറിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും പരിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. അപ്പോൾ അത് വേകാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിന് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങയുടെ മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഈ തേങ്ങയുടെ മിക്സ് പരിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഒരല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവില്ല. താങ്ക് യു.